വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് വളരെ രുചികരമായ മാമ്പഴ പുളിശ്ശേരി വെക്കുന്നുണ്ട് കേട്ടോ. കൂടാതെ 5 മിനിറ്റുള്ളിൽ നിങ്ങൾക്ക് സാമ്പാർ റെഡിയാക്കി എടുക്കണോ? അപ്പോൾ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കൂ. വളരെ രുചികരമായും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി സാമ്പാറിൻ്റെ റെസിപ്പി ഉണ്ട് കേട്ടോ. എൻ്റെ മക്കളൊക്കെ കഷ്ണങ്ങളൊന്നും കഴിക്കാറില്ല കേട്ടോ സാമ്പാറിൻ്റെ. അപ്പോൾ ഞാൻ ഈ രീതിയിൽ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്തപ്പോൾ എൻ്റെ മക്കളിപ്പോൾ വയറ് നിറച്ച് ഫുഡ് കഴിക്കും കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കാറ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വേണം കേട്ടോ കാണുവാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? ലൈക്കും ഷെയറും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. വ്യൂസ് കുറവാണ്, അതുപോലെ തന്നെ ലൈക്ക് കുറവാണ്. അതുപോലെ തന്നെ ഒരു വർഷമായിട്ടോ ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ വാച്ചവറൊക്കെ കുറഞ്ഞു വരാൻ കേട്ടോ. എനിക്ക് വളരെയധികം സങ്കടമുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് നിത്യവും വീഡിയോസൊന്നും കാര്യങ്ങളൊന്നും ഇടാൻ സാധിക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും അടിപൊളി റെസിപ്പികളും പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ വരുന്നതായിരിക്കും. സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ചാനലിൽ ഉഷാറായി വരുള്ളൂ. അപ്പോൾ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത്. അപ്പോൾ കൂടുതലും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇതാ ദോശയും തക്കാളി ചമ്മന്തി ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ നമ്മുടെ ചോറ് ഇതാ വെന്തിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് വാർത്ത് വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് അടിപൊളി റെസിപ്പി അങ്ങോട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ. മാമ്പഴം കൊണ്ട് അടിപൊളി മാമ്പഴ പുളിശ്ശേരി അങ്ങോട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നാളായി വിചാരിക്കുന്നു മാമ്പഴം കൊണ്ട് അടിപൊളി മാമ്പഴ പുളിശ്ശേരി അങ്ങോട്ട് വെച്ചാലോ എന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ ദാ നമ്മുടെ മോന് കുറച്ച് മാമ്പഴം ദാ കൊടുന്നു കേട്ടോ. ഉമ്മ, ഇത് മാമ്പഴ പുളിശ്ശേരി വെക്കാൻ പറ്റിയ അടിപൊളി മാമ്പഴമാണ്. എന്തായാലും ഇന്ന് മാമ്പഴം കൊണ്ട് അടിപൊളി മാമ്പഴ പുളിശ്ശേരി അങ്ങോട്ട് വെച്ചോളേന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇതാ നാളികേരവും ജീരകവും ഇതാ കുറച്ച് വെള്ളം മാത്രം ഏഡ് ചെയ്തിങ്ങായിട്ട് ഇതാ മിക്സി ജാറിലിട്ട് നല്ലപോലെ അങ്ങോട്ട് വെണ്ണ പോലെ അരച്ചെടുത്ത് സെറ്റാക്കി കൊണ്ടുവരണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കെട്ട് തൈരില്ലേ, നല്ല കട്ട തൈര്, അതൊന്ന് മിക്സിയിലടിച്ച് സെറ്റാക്കി വെക്കണം കേട്ടോ. അത് ലാസ്റ്റ് ചേർക്കേണ്ട ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ദാ തേങ്ങാക്കൂട്ട് റെഡിയായി, നമ്മുടെ തൈര് അങ്ങോട്ട് റെഡിയായി. ദാ നമ്മുടെ വെല്ലം, പച്ചമുളക്. വളരെ രുചികരമായും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി മാമ്പഴ പുളിശ്ശേരി അങ്ങോട്ട് വെച്ചാലോ. 7 മാമ്പഴം ദാ ചീഞ്ചട്ടിയിലേക്ക് ഇതാ ഇട്ട് കൊടുത്തു. പാകത്തിന് ഇതാ പച്ചമുളക്, ചെറിയൊരു കഷ്ണം വെല്ലം, പിന്നെ കാശ്മീരി മുളക് പൊടി പാകത്തിന്, പിന്നെ മഞ്ഞൾപ്പൊടി പാകത്തിന്, പാകത്തിന് ഉപ്പ്, പിന്നെ 1.5 കപ്പ് വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ അങ്ങോട്ട് മിക്സാക്കി മാമ്പഴം വേവുന്നത് വരെ തീ കുറച്ച് വെച്ച് നമുക്ക് വേവിക്കാം കേട്ടോ. എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. പിന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ആരും മറന്നു പോകരുത് കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മാമ്പഴം വേവിച്ച് കഴിഞ്ഞാൽ ഉടനെ നമുക്കതിലേക്ക് തേങ്ങാക്കൂട്ട്, നമ്മൾ അരച്ച് വെച്ച തേങ്ങാക്കൂട്ടില്ലേ, അതങ്ങോട്ട് ചേർത്ത് കൊടുത്ത് നല്ലപോലെ അങ്ങോട്ട് മിക്സാക്കാം കേട്ടോ. മക്കൾ 2 പേരും മദ്രസ വിട്ട് വന്നു കേട്ടോ. അപ്പോൾ ദാ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ ദാ നമ്മുടെ തേങ്ങാക്കൂട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സാക്കി അതിന് ശേഷം പിന്നെ തൈര് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് സെറ്റായാലുടനെ നമുക്കതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ചു കൊടുക്കുമ്പോൾ തീ നല്ലപോലെ അങ്ങോട്ട് കുറച്ച് വെക്കണം. തൈര് ഒഴിച്ചാൽ ഉടനെ നല്ലപോലെ അങ്ങോട്ട് മിക്സാക്കി തിളപ്പിക്കാൻ പാടില്ല. ഒരു 30 സെക്കൻഡ് തീ കുറച്ച് വെച്ച് സെറ്റാക്കി എടുക്കണം. അതിനുശേഷം നമുക്ക് കറിയൊക്കെ ഒന്ന് തൂളിച്ചെടുക്കാവുന്നതാണ്. പിന്നെ എന്തൊക്കെയുണ്ട്? നമ്മുടെ മാമ്പഴ പുളിശ്ശേരിക്ക് ഇനി അടുത്തതായി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തൈര് ദാ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ തീ നല്ലപോലെ കുറച്ച് വെച്ചിട്ട് വേണം തൈര് ഒഴിച്ചു കൊടുക്കുവാൻ. എന്നിട്ട് 30 സെക്കൻഡിനുള്ളിൽ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഏകദേശം അങ്ങോട്ട് സെറ്റായി കിട്ടും. അതിനുശേഷം പിന്നെ നമുക്ക് കറി തുളിക്കാനുള്ള പരിപാടിയിലേക്കൊക്കെ കിടക്കാം കേട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ 2 പേരും കളിക്കാനായിട്ട് ഓടിട്ടോ. അപ്പോൾ പണികളൊക്കെ തീർത്ത ശേഷം വേഗം തന്നെ അവരെ പിടിച്ചിരുത്തി
കുറച്ച് നേരം പഠിപ്പിക്കണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. നടക്കോ എന്താണെന്നറിയില്ല. അപ്പോൾ നമുക്ക് കറിയൊക്കെ ഒന്ന് തൂളിച്ചെടുക്കാം. അങ്ങനത്തെ ഒരു പാൻ വെച്ച് കൊടുത്തു. പാകത്തിന് ഇതാ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് വെളിച്ചെണ്ണ നല്ലപോലെ അങ്ങോട്ട് ചൂടായി വന്നപ്പോൾ ഇതാ കടുക് ഇട്ട് കൊടുത്തു കേട്ടോ. കടുക് നല്ലപോലെ പൊട്ടിയ ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുത്തു, കറിവേപ്പില ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഇതാ ഒഴിച്ചു കൊടുത്ത്. എൻ്റെ പൊന്നു, ഇത്രയും ടേസ്റ്റുള്ള മാമ്പഴ പുളിശ്ശേരി ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വേണം കേട്ടോ കാണുവാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ. വളരെ രുചികരമായതാ മാമ്പഴ പുളിശ്ശേരി ഇതാ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് വെറും 5 മിനിറ്റിനുള്ളിൽ അടിപൊളി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന സാമ്പാർ സെറ്റാക്കി എടുക്കാം കേട്ടോ. സാമ്പാർ സെറ്റാക്കാനായിട്ട് 2 സബോള, മീഡിയം സൈസിലുള്ള സബോളയാണ്. പിന്നെ നമ്മുടെ തക്കാളി 2 എണ്ണം. എന്നിട്ട് നല്ലപോലെ അരിഞ്ഞ് സെറ്റാക്കി എടുത്തു കേട്ടോ. എന്നിട്ട് നമ്മുടെ ചീഞ്ചട്ടി അടുപ്പത്തേക്ക് അങ്ങോട്ട് വെച്ച് കൊടുത്തു. എന്നിട്ട് ഇതാ പാകത്തിന് ഇതാ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു. വെളിച്ചെണ്ണ അങ്ങോട്ട് ചൂടായി വന്നപ്പോൾ ഇതാ തക്കാളി കുട്ടനരിഞ്ഞതും സബോള കുട്ടനരിഞ്ഞതും വെളുത്തുള്ളിയും ഇട്ട് നല്ലപോലെ അങ്ങോട്ട് വഴറ്റിയെടുത്തു കേട്ടോ. എന്നിട്ട് ഇതാ തീ കുറച്ച് വെച്ചു. എന്നിട്ട് ഇതാ കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എന്നിവ ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുത്ത് മസാല സെറ്റാക്കി എടുത്തു കേട്ടോ. എന്നിട്ട് ഇതാ ചൂടാറാൻ വെച്ചു. അതിനുശേഷം ഞാൻ ഇതാ ഒരു കുക്കർ എടുത്തു കേട്ടോ. എന്നിട്ട് ഇതാ പരിപ്പ് നല്ലപോലെ കഴുകി ഇതാ കുക്കറിലോട്ട് ഇട്ടു. പിന്നെ കായം, ചെറിയൊരു കഷ്ണം കായം, പാകത്തിന് ഉപ്പും, എന്നിട്ട് ഇതാ വേവിക്കാനായിട്ട് വെച്ചു കൊടുത്തു കേട്ടോ. റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലയിലെ അത് നമുക്ക് ഒരു മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതാ പാകത്തിന് അങ്ങോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ വെണ്ണ പോലെ അങ്ങോട്ട് അരച്ചെടുത്ത് അങ്ങോട്ട് സെറ്റാക്കി ഇതാ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇതാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ആക്കണം. അതിനുശേഷം നമുക്ക് എന്ത് ചേർക്കാം? സാമ്പാർ പൊടി കേട്ടോ. പാകത്തിന് ചേർത്ത് കഴിഞ്ഞിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ആക്കണം. ഒരു തള വരുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യണം? തീ അങ്ങോട്ട് ഓഫ് ചെയ്യണം കേട്ടോ. അതിനുശേഷം നമുക്ക് ഒരു ചീഞ്ചട്ടി അങ്ങോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം എന്താ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത ശേഷം നല്ലപോലെ അങ്ങോട്ട് ചൂടായി വന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കടുകും കറിവേപ്പിലയും ഒക്കെ ഇട്ടതാ കറി അങ്ങോട്ട് തൂളിച്ചെടുത്തു. വേറെ 5 മിനിറ്റേ വന്നുള്ളൂ കേട്ടോ എനിക്ക് സാമ്പാർ റെഡിയാക്കി എടുക്കാൻ. കഷ്ണങ്ങളൊക്കെ ചേർത്തിട്ട് നിങ്ങൾ സാമ്പാർ വെക്കാറില്ലേ? എന്നിട്ട് ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മുടെ മക്കൾ കഷ്ണങ്ങളൊക്കെ അങ്ങോട്ട് നീക്കി വയ്ക്കും. എന്നിട്ട് ചാറ് കൂട്ടിയിട്ടാണ് ഫുഡ് കഴിക്കാറ് അല്ലേ? അപ്പോൾ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കൂ. തീർച്ചയായും നമ്മുടെ മക്കൾ വയറ് നിറയെ ഫുഡ് കഴിക്കും കേട്ടോ. ഉച്ചക്കത്തെ ലഞ്ചിനുള്ള സാമ്പാറും മാമ്പഴ പുളിശ്ശേരിയും സെറ്റായിട്ടോ. ഇനി നേരെ അക്ഷയയിലേക്കൊന്ന് പോകേണ്ടതുണ്ട് കേട്ടോ. അക്ഷയ കേന്ദ്രത്തിലേക്ക് പെരുമ്പിളിശ്ശേരിക്ക് കേട്ടോ. അവിടെ പോയിട്ട് അഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് കൊടുക്കണം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ, അഡ്രസ്സ് ചേഞ്ച് ചെയ്യണം, എന്നാലാണ് മോളുടെ ആധാർ ശരിയാവുള്ളൂ എന്ന് കേട്ടോ. അപ്പോൾ അത് ശരിയാക്കാനായിട്ട് അക്ഷയ കേന്ദ്രത്തിലേക്ക് ഇതാ എത്തിക്കഴിഞ്ഞു. അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും അപ്ഡേറ്റും നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും, ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ ബൈ.